ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ആ കാലത്തെ ലോകമൊക്കെ ഈ പേർവഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേനിയാസ് സുറിയാനി നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസെഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാവുകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികച്ചു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായതിനാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഇത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കർത്താവായ യേശു കർത്താവിൻ്റെ ജനനവും ഔഗുസ്തോസ് കൈസറുടെ ആ ആജ്ഞയും അപ്പോൾ അന്നത്തെ ആ സെൻസസും കർത്താവിൻ്റെ മനുഷ്യപുത്രൻ എന്ന് തെളിയിക്കുന്ന ഒന്നുകൂടെയുള്ള കാര്യമാണ്. അപ്പോൾ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യപുത്രനായി ദൈവം അവതരിച്ചത് ഞാനും നിങ്ങളും മനുഷ്യരാണ്. നമ്മളും ഇവിടെ ജനിക്കുന്നതിന് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. അതിൻ്റെ സമയവും കാലവും ഒക്കെ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. അതുകൊണ്ട് നമ്മുടെ ജന്മത്തിലും ദൈവം നമ്മളെക്കൊണ്ട് ഉദ്ദേശിക്കുന്ന നന്മകൾ ചെയ്തെടുക്കുവാൻ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ, കൃപ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ജനനം കൊണ്ട് നീ ഉദ്ദേശിക്കുന്ന നന്മ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും അതിനുള്ള കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.